അപ്പോ ജസ്റ്റ് ഒരു റിഫ്രഷ്മെന്റ് ആണ് Q&A സെഷനിൽ. നമ്മൾ ഹോൾ പഠിച്ച എല്ലാ പോർഷൻസും വെച്ചിട്ടാണ് Q&A സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് മീൻസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തും പിന്നെ എക്സ്ട്രാ കുറച്ച് പോയിന്റ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് Q&A സെക്ഷൻ സെറ്റ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സാമ്പിൾ ഓഫ് പോളിഫാഗസ് ഇൻസെക്ട്സ്. തന്നിരിക്കുന്നതിൽ പോളിഫാഗസ് ഇൻസെക്ട് ഏത് ആണെന്നാണ്. ആൻസ്, ഹെലിക്കോബർപ്പ ആർബിജറ, ഗ്രീൻ ലേസ് വിങ്, ഡ്രാഗൺ ഫ്ലൈ. ഓക്കെ, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. എല്ലാരും പെട്ടെന്ന് ആൻസർ പറഞ്ഞേ, പെട്ടെന്ന്. യെസ്, ഓക്കെ, ബി ആണ് ആൻസർ വന്നത്. കറക്റ്റ് ആൻസർ ആണ് ഹെലിക്കോബർപ്പ. അപ്പൊ നമ്മള് പോളിഫാഗസ് പെസ്റ്റ് ആയിട്ട് പഠിച്ച രണ്ടുപേരാണ് പ്രധാനമായിട്ട്. രണ്ടുപേരല്ല, കുറെ പേരുണ്ട്. അതിൽ രണ്ടുപേര് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചു. ഹെലിക്കോബർപ്പ ആർമിജറയും സ്പോഡോപ്റ്ററ ലിറ്റ്യൂറയും. പിന്നെ പ്രധാനമായിട്ട് പഠിച്ച ഒരാളാണ് നമ്മുടെ ഹെയറി കാറ്റർപില്ലർ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രാസ് ഹോപ്പറിനെ ഒരു പോളിഫാഗസ് പെസ്റ്റ് ആയിട്ട് പറയാം. ദെൻ എഫിക്സിനെ വേണമെങ്കിൽ ഒരു പോളിഫാഗസ് പെസ്റ്റ് ആയിട്ട് പറയാം. ഇപ്പോ നമ്മുടെ മീലി ബഗ്സ് എന്താണ്, മീലി ബഗ്സ് അല്ല, വൈറ്റ് ഫ്ലൈസും എന്തായിട്ട് വരുന്നുണ്ട്, പോളിഫാഗസ് പെസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫയർഫ്ലൈസ് ഏത് ഗ്രൂപ്പാന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഓർഡർ ആണെന്നാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഫ്ലൈസ് ആണോ, ബീറ്റിൽസ് ആണോ, ഫ്ലീസ് ആണോ, വാസ്പ് ആണോ? പെട്ടെന്ന് യൂസ് ചെയ്തേ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് പറഞ്ഞേ. ഫയർഫ്ലൈസ് ആരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ? എല്ലാരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. ഓക്കെ, ബി ആണ് ആൻസർ. ഒരാൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ. ഓക്കെ, എല്ലാരും ബി ആണ് ആൻസർ പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. കറക്റ്റ്, ബി, ബീറ്റിൽസ് ആണ് അല്ലേ. അപ്പൊ ഏതാണ് നമ്മുടെ ഫയർഫ്ലൈസിന്റെ ഫാമിലി? ഏതാണ്? ലാംപൈറിഡെ അല്ലേ. ഫയർഫ്ലൈസിന്റെ ഫാമിലിയാണ് ലാംപൈറിഡെ. കോളിയോപ്റ്ററയിലാണ് വരുന്നത്. ഫ്ലൈസ് എന്ന് പറയുമ്പോൾ ഡിപ്റ്റിറൻസ് ആണ്. ഫ്ലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലീസ് എന്താണ്, ഡോസോലാറ്ററലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ബോഡിയാണ് ഫ്ലീസിനുള്ളത്. ദെൻ വാസ്പ് ഹൈമനോപ്റ്ററൻസ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസെക്ട് ഹാവ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആസ് ആൻ ഓർഗൻ ഓഫ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഇൻസെക്ട്സ് എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, ഡൈജഷൻ, സെക്രീഷൻ. പെട്ടെന്ന് പറഞ്ഞേ, ഏതിനാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, യെസ്, എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. എക്സ്ക്രീഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാസിലസ് തുറിഞ്ചൻസിസ് മോസ്റ്റ് എഫക്റ്റീവ് അറ്റ്. ബാസിലസ് തുറിഞ്ചൻസിസ് ഏത് pH-ലാണ് ആക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ആവുന്നതാണ് ക്വസ്റ്റ്യൻ. ആൽക്കലൈൻ pH, അസിഡിക് pH, സലൈൻ pH ആൻഡ് ന്യൂട്രൽ pH. ഏത് pH-ലാണ്? ഓക്കെ, ആൻസർ എ ആണ് പറയുന്നത്. ഓക്കെ, ആൻസർ നോക്കാം. എ, യെസ്, ആൽക്കലൈൻ pH-ലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ബാസിലസ് തുറിഞ്ചൻസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്ക് പോയിസൺ ആണ് അല്ലെ. എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഇൻസെക്ടിന്റെ ബോഡിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇൻസെക്ടിന്റെ സ്റ്റൊമക്കിൽ പോകുമ്പോൾ മാത്രമേ ബീറ്റിന്റെ ടോക്സിൻ ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. ഇൻസെക്ടിന്റെ ഗട്ടിന്റെ pH എന്ന് പറയുന്നത് 9 to 8 ആണ്. ഓക്കെ, എത്രയാണ്? 9 to 8 ആണ്. അപ്പൊ 9 to 8 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ആൽക്കലൈൻ pH. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് ലീവിംഗ് ഓഫ് ദ കോളനി ബൈ ദ ഓൾഡ് ക്യൂൻ ഈസ് നോൺ ആസ്. ഹണി ബീസിന്റെ കേസാണ് ചോദിക്കുന്നത്. ഓൾഡ് ക്യൂൻ അവരുടെ കോളനിയിൽ നിന്ന് വിട്ടു പോകുന്നതിനെ, ലീവ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? അബ്സ്കോണ്ടിങ്, സ്വാമിങ്, സൂപ്പർ സെഡ്യൂർ ആൻഡ് ക്യൂൻ എക്സ്ക്ലൂഡർ. എന്താണ് പറയുന്ന ആൻസർ? എന്താണ് എന്റെ ആൻസർ? ഏതാണ്? പെട്ടെന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. പെട്ടെന്ന് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ആൻസർ ബി ആണ് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്, സ്വാമിങ്. ഓക്കെ, സ്വാമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോളനിയുടെ, നമ്മുടെ ഹണിബി കോളനീസിന്റെ പോപ്പുലേഷൻ, പോപ്പുലേഷൻ ബിൽഡപ്പ് ആവുമ്പോഴത്തേക്ക് നോർമൽ ഒരു ഹണിബി പോപ്പുലേഷനിലേക്കാളും കൂടുതലായിട്ട് വർക്കർ ബീസിന്റെ എണ്ണം കൂടും. കാരണം അവർ കണ്ടിന്യൂസ്ലി ബ്രീഡിങ് നടക്കണല്ലേ, നമ്മുടെ ബ്രൂഡ് ചേമ്പറിൽ. അപ്പം പോപ്പുലേഷൻ കൂടുന്ന അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും? പഴയ ക്യൂനെയും കൊണ്ടിട്ട് ആ പോപ്പുലേഷന്റെ പകുതി എന്ത് ചെയ്യും? അടുത്ത ഒരു ലൊക്കേഷൻ സെർച്ച് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ ഓൾഡ് ക്യൂനെയും കൊണ്ട് കുറച്ച് വർക്കർ ബീസ് അങ്ങനെ കൂട് വിട്ട് പോകുന്നതിനെ പറയുന്ന പേരാണ് സ്വാമിങ്. ഇനി അബ്സ്കോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില കാരണങ്ങളാൽ, എങ്ങനെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സോ നാച്ചുറൽ എനിമീസോ കാരണം, അല്ലെങ്കിൽ ഹ്യൂമൻ ഡിസ്ട്രപ്ഷൻസ് കാരണമായിട്ട് എന്ത് സംഭവിക്കും? ഒരു ഹണിബി കോളനിയിലെ മൊത്തം ആൾക്കാര്
ആരൊക്കെയായിരിക്കും? ക്യൂനും വർക്കർ ബീസ് മൊത്തത്തില് കൂടെ ഒഴിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ അബ്സ്കോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് എന്താണ് സൂപ്പർ സെഡ്യൂർ എന്ന് പറയുന്നത്? സൂപ്പർ സെഡ്യൂർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സൂപ്പർ സെഡ്യൂർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമലി നമ്മുടെ ഹണിബീസിന്റെ നമ്മൾ അറ്റ് എ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഹണിബീസിന്റെ ക്വീൻ സെൽ എന്ന് പറയുന്നത് ഒരെണ്ണമേ വരാറുള്ളൂ, ഒരെണ്ണം അല്ലെ. ഇനി സൂപ്പർ സെഡ്യൂർ കണ്ടീഷൻ എന്താണ്? ചില സമയത്ത് ക്യൂവിന് എന്തെങ്കിലും അപാകത സംഭവിക്കുകയോ ക്യൂൻ പെട്ടെന്ന് നഷ്ടപ്പെടുകയോ ക്യൂവിന് ന്യൂപ്ഷ്യൽ ഫ്ലൈറ്റിനിടയിൽ എന്താണ് മരിച്ചു പോവുകയോ അങ്ങനെ എന്തെങ്കിലും റീസൺസോ അല്ലെങ്കിൽ അല്ലാതെ ഡിസീസ് വന്ന് മരിച്ചു പോവുകയോ പെസ്റ്റ് അറ്റാക്ക് വരികയോ അങ്ങനെ എന്തെങ്കിലും റീസൺ പെട്ടെന്ന് ക്യൂവിന് ലോസ് ആയി പോയി കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? ആ കോളനീന്റെ കോമ്പിന്റെ നടുക്കായിട്ട് പുതിയൊരു ക്യൂൻ സെല്ല് നമ്മുടെ വർക്കർ ബീസ് സെറ്റ് ചെയ്യും. ആക്ച്വലി അത് ഓൾറെഡി ആ ഒരു ടൈം പീരീഡിലുള്ള എഗ്സിലെ ഏറ്റവും ബെസ്റ്റ് എഗ്ഗിനെ അല്ലെങ്കിൽ ലാർവേനെ റോയൽ ജെല്ലി കൊടുത്ത് വളർത്തി അവര് ക്വീൻ ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സൂപ്പർ സെഡ്യൂർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ക്യൂൻ എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ്. ഓക്കെ, ഇതൊരു നമ്മുടെ ഹണി ബി അല്ലെങ്കിൽ എപ്പിയറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ക്യൂൻ എക്സ്ക്ലൂഡർ എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വീന് എങ്ങോട്ടേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സൂപ്പർ ചേംബറിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ചേംബറിനും ബ്രൂഡ് ചേംബറിനും ഇടയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്വീൻ എക്സ്ക്ലൂഡർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the process of killing pupa without changing the cocoon shell layer is known as. നമ്മുടെ സിൽക്ക് വോമിന്റെ പ്യൂപ്പന്റെ കാര്യമാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കില്ലിംഗ് പ്യൂപ്പ, അവരുടെ കൊക്കൂൺ ഷെല്ലിന്റെ ലെയർ മാറ്റാതെ നമ്മൾ പ്യൂപ്പനെ പ്രോസസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? സിൽക്ക് പ്രോസസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് എന്താ നമ്മൾ പറയുന്നത്? യെസ്, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റിഫ്ലിംഗ്. ഓക്കെ, ആ പുഴുങ്ങുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റിഫ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡെനിയർ? ഡെനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിൽക്കിന്റെ തിക്നെസ്സിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഡെനിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതേ അറിയാലോ ഡെനിയർ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഡുപ്പിയൻ? ഡുപ്പിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡബിൾ കൊക്കൂൺ കണ്ടീഷൻ. ഓക്കെ, ഡബിൾ കൊക്കൂൺ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യൂപ്പയ്ക്കുള്ളിൽ എന്ത് വരും? 2 ലാർവ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ കൊക്കൂണിന്റെ ഉള്ളിൽ 2 പ്യൂപ്പ വരും. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നമുക്ക് 2 എന്താണ് പ്യൂപ്പേനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ 2 ലാർവ അറ്റ് എ ടൈം ചേർന്നിട്ട് ഒരു സിംഗിൾ കൊക്കൂണിനെ ത്രെഡ് ചെയ്തെടുക്കുന്ന ആ ഒരു കണ്ടീഷൻ, അങ്ങനത്തെ കൊക്കൂൺസ്, അതാണ് നമ്മൾ ഡബിൾ കൊക്കൂൺസ് എന്ന് പറയും. ആ ഡബിൾ കൊക്കൂൺസ് നമ്മൾ സിൽക്ക് റീൽ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന സിൽക്കിനെ പറയുന്ന പേരാണ് ഡുപ്പിയൻ സിൽക്ക്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർക്ക് ഓൺ ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദ കമ്പനി. നമ്മുടെ ഇപ്പൊ റീസെന്റ് നമ്മൾ ഇന്ത്യ അലോ ചെയ്തിരിക്കുന്ന ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ്, അത് ക്രോപ്പാണ് മസ്റ്റാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് കമ്പനിയാണ് അതിന്റെ റിസർച്ചും കാര്യങ്ങളും എല്ലാം ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. മോൺസാന്റോ, സിഞ്ചൻഡ, മഹിക്കോ ആൻഡ് പ്രോഗ്രോ. ഏതാണ്? യെസ്, യെസ്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഇറ്റ് ഈസ് പ്രോ അഗ്രോ. പ്രോ അഗ്രോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അതിന്റെ ജനറ്റിക്കൽ മോഡിഫൈഡ് മസ്റ്റാർഡിന്റെ വർക്ക്സ് മുഴുവൻ കണ്ടക്ട് ചെയ്തത്. ദെൻ മോൺസാന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കോട്ടൺ ഹൈബ്രിഡ് BT കോട്ടൺ സീഡ്സിന്റെ എന്താണ് സ്റ്റാർട്ടിങ് ചെയ്ത കമ്പനിയാണ്. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ USA അല്ലെ. USA ആണ് അതിന്റെ മഹിക്കോ മോൺസാന്റോന്റെ മെയിൻ ആളെന്ന് പറയുന്നത്. ദെൻ USA നിന്ന് 2002 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് BT കോട്ടന്റെ കൾട്ടിവേഷൻ ഇനിഷ്യേറ്റ് ചെയ്തു. അത് ആക്ച്വലി മോൺസാന്റോ ഇന്ത്യയിലുള്ള വലിയൊരു സീഡ് കമ്പനിയായിട്ട് കൊളാബറേഷൻ ചെയ്തിട്ടാണ്. അങ്ങനെ കൊളാബറേഷൻ നടത്തിയ കമ്പനിയുടെ പേരാണ് മഹിക്കോ, മഹാരാഷ്ട്ര ഹൈബ്രിഡ് സീഡ് കമ്പനി. ഓക്കെ, ഇതാണ് മഹിക്കോ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്ര ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീഡ് കമ്പനിയാണ്. യെസ്, അപ്പം മോൺസാന്റോ മഹിക്കോ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇന്ത്യയിൽ BT കോട്ടന്റെ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നൗ ഇപ്പോ നമ്മുടെ മഹിക്കോനെ ആര് മേടിച്ചു? സിഞ്ചൻഡ മേടിച്ചു. ഓക്കെ, സിഞ്ചൻഡ വേറൊരു കമ്പനിയാണ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ മേക്കിംഗ് ഫോഗ്, സ്മോക്ക് ആൻഡ് വേപ്പർ സ്പ്രേ? ഓക്കെ, നമ്മൾ നോർമൽ സ്പ്രേയിങ് ഒക്കെ പഠിച്ചല്ലേ? നോർമൽ ഹൈഡ്രോളിക് സ്പ്രേയർ പഠിച്ചു, ഗേഷ്യസ് സ്പ്രേയേഴ്സ്, തെർമൽ സ്പ്രേസ് ഒക്കെ പലത് പഠിച്ചിട്ടുണ്ട്, സെൻട്രിഫ്യൂഗൽ സ്പ്രേസ്. അപ്പൊ ഇതില് നമ്മൾ നോർമൽ സ്പ്രേയേഴ്സിലെല്ലാം വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് യൂസ് ചെയ്ത്, അത്യാവശ്യം വലിയ പാർട്ടിക്കിൾ സൈസിൽ വരുന്ന ഡ്രോപ്ലെറ്റ്സ് വരുന്നതാണ്. പക്ഷെ നമുക്കറിയാം ചില ടൈമിൽ നമ്മൾ ഫോഗും സ്മോക്കും വേപ്പർ സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഏത് എനർജിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും.
ഹൈഡ്രോളിക് ആണോ, ഗേഷ്യസ് ആണോ, ഇലക്ട്രിക്കൽ ആണോ, തെർമൽ ആണോ? ഏതായിരിക്കും? അത്രയും മൈന്യൂട്ട് പാർട്ടിക്കിൾ ആയിട്ട് വരണമെങ്കിൽ ഏത് എനർജി ആയിരിക്കും? അത്രയും ഹൈ ഫോഴ്സിൽ യൂസ് ചെയ്യുന്ന എനർജി ഏതായിരിക്കും? എനി ഗസ്? പെട്ടെന്ന് ചെയ്തേ. ഓക്കെ, ഡി പറയുന്നുണ്ട്. വെറുതെ നിങ്ങൾ ഗസ് ചെയ്യ് കുട്ടികളെ, കുറച്ചുകൂടി ആക്റ്റീവ് ആവും. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാം. പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? സെൻട്രിഫ്യൂഗൽ ഓർ സോറി തെർമൽ ഫോഴ്സ് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ ആക്കുമ്പോഴത്തേക്കാണ് മാക്സ് നമുക്കറിയാലേ ആ ഫോം ഓഫ് സ്റ്റേറ്റ് മാറുന്നത് അല്ലെ? തെർമൽ ടെമ്പറേച്ചർ കണ്ടീഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഏതൊരു ഫോമിനും അതിന്റെ ഗേഷ്യസ് ഫോമിലേക്ക് അല്ലെങ്കിൽ ദാറ്റ് മീൻസ് വേപ്പർ, സ്മോക്ക്, ഫോഗ് ഫോമിലേക്ക് മാറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പം തെർമൽ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോളിക് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോർമൽ സ്പ്രേയേഴ്സിന്റെ ഇപ്പൊ നമ്മുടെ ഏതാണ് ഹാൻഡ് അറ്റോമൈസർ ആയാലും ദെൻ നമ്മുടെ നാപ്സാക്ക് സ്പ്രേയേഴ്സോ ദെൻ റോക്കർ സ്പ്രേയേഴ്സോ അതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രോളിക് എനർജീസ് ആണ്. ഗേഷ്യസ് എനർജി ആയി കഴിഞ്ഞാൽ ഡസ്റ്റേഴ്സിലൊക്കെ നമ്മൾ ഗേഷ്യസ് എനർജി യൂസ് ചെയ്യുന്നത്. ഇനി സെൻട്രിഫ്യൂഗലിലാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്ത്. ഇതില് ഈ ഹൈഡ്രോളിക്കിലും ഗേഷ്യസിലും നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ചെയ്യാറുണ്ട് അല്ലെ? ഹൈ പവർ കൊടുത്തിട്ട് അല്ലെ? ഇലക്ട്രിക്കൽ മെഷീൻസ് യൂസ് ചെയ്തിട്ട്, അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിമിഗന്റ് ഇൻസെക്ടിസൈഡ്സ് ഇൻക്ലൂഡ്സ്. ഇതിൽ ഏതാണ് ഫിമിഗന്റ് ഇൻസെക്ടിസൈഡ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മീഥൈൽ ബ്രോമൈഡ്, എഥിലീൻ ഡൈക്ലോറൈഡ്, ക്ലോറോപിക്രിൻ ആൻഡ് ഓൾ ഓഫ് ദീസ്. ഇതിൽ ഏതൊക്കെയാണ് ഫിമിഗന്റ് ഇൻസെക്ടിസൈഡ്സ്? ഓക്കെ, പെട്ടെന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. ക്വസ്റ്റ്യൻ കണ്ടാൽ പെട്ടെന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, ആൻസർ ഇറ്റ്സ് ഓൾ ഓഫ് ദീസ്. ഇതിലെല്ലാം മീഥൈൽ ബ്രോമൈഡ് ആയാലും എഥിലീൻ ഡൈക്ലോറൈഡ് ആയാലും ക്ലോറോപിക്രിൻസ്, ഇതൊക്കെയെല്ലാം നമ്മൾ എന്താണ് സ്റ്റോറേജ് കണ്ടീഷനിലും അതുപോലെ തന്നെ റോഡന്റിസൈഡ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസെക്ടിസൈഡ്സ് ആണ്. ഇവർക്ക് എല്ലാവർക്കും ഫ്യൂമിഗന്റ് ആക്ഷൻ ഉള്ളവരാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോൺ പ്രിഫറൻസ് പ്ലാന്റ് റെസിസ്റ്റൻസ് ടു ഇൻസെക്ട് ഈസ് നോൺ ആസ്. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് വായിക്കാം. ആസച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വായിച്ചു. ദ നോൺ പ്രിഫറൻസ് പ്ലാന്റ് റെസിസ്റ്റൻസ് ടു ഇൻസെക്ട്. ഓക്കെ, മനസ്സിലായോ? ഇൻസെക്റ്റിന് പ്ലാന്റ് എന്താണ് റെസിസ്റ്റൻസ് കാണിക്കുന്നു? ഏത് കണ്ടീഷൻ? നോൺ പ്രിഫറൻസ് കണ്ടീഷൻ. അത് ഏതാണ്? നമ്മൾ അങ്ങനെ തന്നെ പേര് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ആന്റിസെനോസിസ്. ആന്റിസെനോസിന് പറയുന്ന വേറൊരു പേരാണ് നോൺ പ്രിഫറൻസ് കണ്ടീഷൻ. ഓക്കെ, യെസ്. ഇനി ആന്റിസെനോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്നാ പഠിച്ചത്? ഒരു ഹോസ്റ്റ് പ്ലാന്റ് അവരുടെ മോർഫോളജിക്കൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് ഇൻസെക്റ്റിന് സൂട്ടബിൾ അല്ലാതെ ആക്കി മാറ്റും. ഓക്കെ, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ആന്റിസെനോസിസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ആന്റിബയോസിസ്? ആന്റിബയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്റ്റ് പ്ലാന്റിന്റെ ഉള്ളിലെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് കൊണ്ടുവരും. ഇറ്റ്സ് മേ ബി ഡ്യൂ ടു സം കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എനി കെമിക്കൽസ് or the presence of some other kinds of structures. ഫിസിയോളജിക്കലി അവര് മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നിട്ട് ഇൻസെക്റ്റിന്റെ ബയോളജീനെ മൊത്തത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഒരു കണ്ടീഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ആന്റിബയോസിസ് എന്ന് പറയുന്നത്. ദെൻ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു എക്സ്പെക്ട് സം കൈൻഡ് ഓഫ് ഡാമേജ് ദെയർ. ഓക്കെ, നമുക്ക് അവിടെ കുറച്ച് ഡാമേജ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അഫക്ട് ഓൺ ദ എക്കണോമിക് ഈൽഡ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു എക്കണോമിക് ഈൽഡ് ലോസ് അവിടെ ഉണ്ടാവില്ല, പക്ഷെ ചെറിയ രീതിയിലുള്ള ഡാമേജ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു കണ്ടീഷനെയാണ് അല്ലെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക്സ്. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വാസ് ഫസ്റ്റ് ടൈം പ്രപ്പോസ്ഡ് ഇൻ ദ ഇയർ 1937. 1937 എന്താണ് സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക്സ് കൊണ്ടുവന്നത് ആരാണ്? പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഓക്കെ, നിപ്ലിംഗ്, എച്ച് എസ് പ്രൂത്തി, ലെഫ്രോയ് ആൻഡ് ഫ്രിസ്ക്. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞു. ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, ആരാണ്? നമ്മുടെ നിപ്ലിംഗ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് നമ്മൾ സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക് ചെയ്തത്. ആദ്യമായിട്ട് ചെയ്ത ഇൻസെക്ട് എന്ന് പറയുന്നത് സ്ക്രൂ വേം ഇൻസെക്ട് ആണ്, സ്ക്രൂ വേം ഫ്ലൈ. ഓക്കെ, എന്താണ് സ്ക്രൂ വേം ഫ്ലൈ? നമ്മള് ആ ഒരു എന്താണ് ഫോറൻസിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ ഒരു ഇതില് നമ്മള് സ്ക്രൂ വേംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോക്ലിയോമിയ എന്ന് പറഞ്ഞിട്ട്. കോക്ലിയോമിയ ഹൊമിനിവറാക്സ് എന്ന് പറയുന്ന ഒരു സ്ക്രൂ വേമിലാണ് ആക്ച്വലി ഈ ഫസ്റ്റ് ടൈം സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക്ക് ചെയ്തത്. ഓക്കെ, ഓർമ്മിച്ചു വെച്ചേക്കാം. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലഡിംഗ് ഓഫ് ദ ഫീൽഡ് വിൽ ഹെൽപ്സ് ഇൻ ദ കൺട്രോൾ ഓഫ്. ഫീൽഡ് ഫ്ലഡിംഗ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താണ്? ഏത് ടൈപ്പ് ഓഫ് IPM കൺട്രോൾ ആണ്? കൾച്ചറൽ മെത്തേഡ് അല്ലെ? കൾച്ചറൽ മെത്തേഡ് ആയിട്ടുള്ള ഫ്ലഡിംഗ് നമ്മൾ ചെയ്യുന്നത് ഏതിനാണ്? വൈറ്റ് ഗ്രേപ്സ്,
cutworms. Okay, correct answer ആണ്. It's followed for all insect. Yes. What about the next question? Which one of the following pest is an introduced pest of coffee? ഇത് നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചതല്ലേ, കഴിഞ്ഞ 2-3 ക്ലാസ് മുന്നേ പഠിച്ചതേ ഉള്ളൂ. കോഫിന്റെ പെസ്റ്റ് ഏതാണ്? ഇൻട്രൊഡ്യൂസ്ഡ് പെസ്റ്റ്, ഓർ ഇറ്റ് ഈസ് മീനിങ് ദാറ്റ് ഇറ്റ്സ് വിച്ച് വൺ ഈസ് ദ ഇൻവേസീവ് പെസ്റ്റ് ഓഫ് കോഫി? കോഫിന്റെ ഇൻവേസീവ് പെസ്റ്റ്. Okay, yes. That is berry borer, right? Coffee berry borer, Hypothenemus humby. That's the correct answer. Okay, അപ്പൊ സയന്റിഫിക് നെയിംസും കൂടെ ഒന്ന് ഓർമ്മിച്ച് പോകണം. ചിലപ്പോൾ ഓപ്ഷനിൽ സയന്റിഫിക് നെയിം ആയിരിക്കും കിടക്കുന്നത്. ദാറ്റ് ഈസ് Hypothenemus humby. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BT cabbage is developed against. നമ്മൾ BT cabbage ഏത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്? യെസ് കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് ഡയമണ്ട് ബാക്ക് മോത്ത് അല്ലെ? ഡയമണ്ട് ബാക്ക് മോത്തിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? യെസ്, ഫ്ലൂട്ടല്ല സൈലോസ്റ്റെല്ല. ഫ്ലൂട്ടല്ല സൈലോസ്റ്റെല്ലേനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് BT കോട്ടൺ എന്ന് പറയുന്നത്. ദെൻ ക്യാബേജ് ബട്ടർഫ്ലൈന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? Pieris brassicae. Then what about the aphid in cabbage? Cabbage in the aphid in the scientific name എന്തായിരുന്നു? Lipaphis eryzini. Yes. Then painted bug എന്ന് പറഞ്ഞാൽ it is scientific name is Bagrada hilaris. നമ്മൾ ബഗ്രാഡ എവിടെ പഠിച്ചേക്കോ? അരക്കിനട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ബഗ്രാഡ. ഓക്കെ, അത് നമ്മുടെ കാബേജിലും പറയാറുണ്ട്, ബഗ്രാഡ ഹിലാരിസ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് another direct question. Scientific name of banana aphid. Banana aphid in the scientific name ഏതാണ്? Thrips florum, Pendulonia nigra nervosa, yes, Cosmopolites sordidus and Virachola isocratus. Okay, എല്ലാവർക്കും അറിയാന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ്, Pendulonia nigra nervosa. എന്താണ് Cosmopolites sordidus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഏതാണ് കോമൺ നെയിം പറഞ്ഞേ പെട്ടെന്നാവട്ടെ. Cosmopolites sordidus എന്താണ്? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. യെസ്, റൈസോമീവിൾ. ദെൻ Virachola isocratus. Virachola isocratus ഏതിന്റെ പെസ്റ്റ് ആണ്? ക്രോപ്പ് പറഞ്ഞേ. ക്രോപ്പ് യെസ്, അനാർ ബട്ടർഫ്ലൈ. യെസ്, പോംഗ്രനേറ്റ് അല്ലെങ്കിൽ അനാർ ബട്ടർഫ്ലൈന്റെ പേരാണ് Virachola isocratus. Thrips florum നമുക്കറിയാം അല്ലേ? ത്രിപ്സ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെസ്റ്റ് വിച്ച് അറ്റാക്ക് ബോത്ത് ഇൻ ഫീൽഡ് ആൻഡ് സ്റ്റോറേജ് ഓഫ് പൾസസ്. പൾസസിൽ ഫീൽഡിലും സ്റ്റോറേജിലും ഒരുപോലെ ഡാമേജ് ഉണ്ടാക്കുന്ന ആരാണ്? പൾസ് ബീറ്റിൽ, ഗ്രാം പോട്ട് ബോറർ, യെസ്, റെഡ് ഗ്രാം പോട്ട് ഫ്ലൈ ആൻഡ് പോട്ട് ബോറർ. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് പൾസ് ബീറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് an insect order in which nymphs are called naiads. ഏത് ഓർഡറിലെ ഇൻസെക്ട് ഗ്രൂപ്പിലുള്ള ഇമ്മച്ച് സ്റ്റേജസിനെയാണ് നമ്മൾ നയാഡ് എന്ന് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, തൈസന്യൂറ, ഒഡോണേറ്റ, ഡിപ്തീറ ആൻഡ് ഹൈമനോപ്റ്ററ. അപ്പൊ ആൻസർ നോക്കാം. ദാറ്റ് ഈസ് ഒഡോണേറ്റ. ദാറ്റ്സ് കറക്റ്റ്. അപ്പൊ തൈസന്യൂറിനെ ആണെങ്കിൽ നമ്മൾ എന്തെന്നാ പറയാറ്? ഇമ്മച്ചേഴ്സിനെ നയാഡ്സ് എന്നാണോ പറയുന്നത്? നിംസ് എന്നാണ് പറയുന്നത്. ഡിപ്റ്ററ ആണെങ്കിൽ നമ്മൾ മഗോട്സ് എന്ന് പറയും. ഹൈമനോപ്റ്ററ ആണെങ്കിൽ എന്തെന്ന് പറയും? ഇമ്മച്ച് സ്റ്റേജസിനെ ലാർവ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Cosmopolites sordidus is the banana rhizomeval belongs to which order? Which family? ഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാം അതിൽ തന്നെ ഉണ്ട്. ആൻസർ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. ഏത് ഫാമിലിയാണ്? യെസ്, ഇറ്റ് ഈസ് കുർക്കുലിയോണിഡെ. വീവിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇറ്റ് ഈസ് കുർക്കുലിയോണിഡെ. ദെൻ പൈറാലിഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ലെപ്ഡോപ്റ്ററൻ ഫാമിലിയാണ്. നമ്മുടെ യെലോസ്റ്റെം ബോറർ, ദെൻ നമ്മുടെ ബിന്ദിന്റെ ലീഫ് റോളർ, റൈസിന്റെ ലീഫ് റോളർ, കേസ് വേം, ദെൻ ഷുഗർ കെയിൻ ബോറേഴ്സ്, ദെൻ മെയ്സ് ബോറേഴ്സ്, സോർഗം ബോറേഴ്സ്, ഇവരുടെയൊക്കെ ഫാമിലിയാണ് പൈറാലിഡെ. ദെൻ ത്രിപ്പിഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപ്സിന്റെ ഫാമിലിയാണ്. എഫിഡിഡെ ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എഫിഡിഡെ ആണ് എങ്കിൽ എഫിഡിന്റെ ഫാമിലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൽഫോസ് ടാബ്ലറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ്. സെൽഫോസ് ടാബ്ലറ്റ്സ് നമ്മൾ ഏതിന്റെ മാനേജ്മെന്റിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. കോക്കനട്ട് മൈറ്റ്സ്, കോട്ടൺ ബോൾവർം, റൈസ് ടെമ്പോറർ ആൻഡ് സ്റ്റോറേജ് പെസ്റ്റ്. എന്താണ് സെൽഫോസ് എന്ന് നമ്മൾ അറിയെങ്കിൽ ആൻസർ ഈസ് യെസ്. നമുക്ക് ആൻസർ നോക്കാം. സ്റ്റോറേജ് പെസ്റ്റ്. യെസ്, എന്താണ് സെൽഫോസ്? ആക്ച്വലി സെൽഫോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലൂമിനിയം ഫോസ്ഫൈറ്റ്സ് ഇല്ലേ? യെസ്, അലൂമിനിയം ഫോസ്ഫൈറ്റ്സിന്റെ എന്താണ്? അലൂമിനിയം ഫോസ്ഫൈറ്റ്സിന്റെ ടാബ്ലറ്റ്സിന്റെ പറയുന്ന കൊമേഴ്ഷ്യൽ നെയിമാണ് സെൽഫോസ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ഒരു അലൂമിനിയം ടാബ്ലറ്റ് എന്ന് പറയുന്നത്, ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് 3 ഗ്രാം ആയിരിക്കും. ഓക്കെ, 3 ഗ്രാം ആയിരിക്കും ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the insecticide which is used in mosquito mats.
ഓക്കെ, മൊസ്കിറ്റോ മാറ്റ്സ് ഓർ മൊസ്കിറ്റോ കോയിൽസ് ഓർ മൊസ്കിറ്റോ ലിക്വിഡ്സ്. മൊസ്കിറ്റോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൗസ് ഹോൾഡ് പർപ്പസിൽ യൂസ് ചെയ്യുന്ന ഇൻസെക്ടിസൈഡ് ഏതെന്നാണ്? എൻഡോസൾഫാൻ, ഡയസിനോൺ, മാലത്തിയോൺ, അല്ലത്രിൻ. ഓക്കെ, എല്ലാവർക്കും ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ വരികയാണ്, അല്ലത്രിൻ, സൈപ്പർമെത്രിൻ, ഡെൽറ്റാമെത്രിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു നിങ്ങൾ? ഇതില് ഓപ്ഷൻസ് നോക്കണം. നമ്മൾ സൈപ്പർമെത്രിനും അല്ലത്രിനും ഒരുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആൻസർ ആണ്, ദാറ്റ് ഈസ് അല്ലത്രിൻ. അല്ലത്രിന്റെ ഗ്രൂപ്പ് ഏതാണ്? പെട്ടെന്ന് പറഞ്ഞേ. ഇൻസെക്ടിസൈഡ് ഗ്രൂപ്പ് ഏതാ? അല്ലത്രിന്റെ ഗ്രൂപ്പ് പെട്ടെന്നാവട്ടെ, പെട്ടെന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യും. അല്ലത്രിൻ ഗ്രൂപ്പ് ഏതാ? ഓർഗനോഫോസ്ഫേറ്റ് ആണോ? ഓർഗനോക്ലോറിൻ ആണോ? കാർബമേറ്റ് ആണോ? സിന്തറ്റിക് പാരത്രോയിഡ് ആണോ? പെട്ടെന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യും. എന്താണ് ആരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാത്തത്? യെസ്, പൈറത്രോയിഡ്. യെസ്, കറക്റ്റ് ആൻസർ ആണ് പൈറത്രോയിഡ്. എൻഡോസൾഫാന്റെ ഗ്രൂപ്പ് ഏതാണ്? എൻഡോസൾഫാന്റെ ഗ്രൂപ്പ് ഷോർട്ട് ഫോം അയച്ചാൽ മതി. പി ആണോ? ഫോസ്ഫറസ് ആണോ? യെസ്, ഇറ്റ് ഈസ് എ ഓർഗനോക്ലോറിൻ. യെസ്, എൻഡോസൾഫാൻ. ദെൻ വാട്ട് അബൌട്ട് മാലത്തിയോൺ? മാലത്തിയോന്റെ ഗ്രൂപ്പ് ഏതാണ്? മാലത്തിയോൺ. യെസ്, ഇറ്റ് ഈസ് എ OP കോമ്പൗണ്ട്. ദെൻ ഡയസിനോൺ. ഡയസിനോൺ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? Diazinon. It's also another OP compound. Yes. Next group. Next question. The spiraling whitefly infesting the leaves of many crops. Many crops. ഒന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ഇത്ര വായിച്ചാൽ മതി. വൈറ്റ്ഫ്ലൈന്റെ സയന്റിഫിക് നെയിം എന്താണ്? അതിനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു. വൈറ്റ്ഫ്ലൈ ഇൻഫെസ്റ്റിംഗ് ദ ലീവ്സ് ഓഫ് ദ മെനി ക്രോപ്സ്. ഏതാണ് വൈറ്റ്ഫ്ലൈന്റെ സയന്റിഫിക് നെയിം? പെമിസിയ ടബാക്കി, അലിറോളോബസ് സ്പീഷീസ്, അലിറോഡിക്കസ് ഡിസ്പേഴ്സസ് ആൻഡ് അലിറോഡിക്കസ് റൂജിയോപെർക്കുലേറ്റസ്. ഓക്കെ, question correct vaika, which is the right one? Its question is not whitefly, it is spiraling whitefly. Asking about the spiraling whitefly. The answer is C. Okay, എന്തായാലും തെറ്റിച്ചേ? ബെമിസിയ ടബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വൈറ്റ് ഫ്ലൈ ആണ്. ബെമിസിയ ടബാക്കി ഓർ വെജിറ്റബിൾ വൈറ്റ് ഫ്ലൈ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദാറ്റ് ഈസ് ബെമിസിയ ടബാക്കി. ഓക്കെ, ഇനി നെക്സ്റ്റ് അലിറോഡിക്കസ് ഡിസ്പേഴ്സസ്, അതിനെയാണ് നമ്മൾ സ്പൈറലിംഗ് വൈറ്റ് ഫ്ലൈ എന്ന് പറയുന്നത്. റുഗോസ് സ്പൈറലിംഗ് വൈറ്റ് ഫ്ലൈന്റെ പേരാണ് അലിറോഡിക്കസ് റൂജിയോ പെർക്കുലേറ്റസ്. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. സ്പൈറലിംഗ് വൈറ്റ് ഫ്ലൈന്റെ സയന്റിഫിക് നെയിം, അതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വൈറ്റ് ഫ്ലൈ എന്നല്ല ചോദിച്ചത്, സ്പൈറലിംഗ് വൈറ്റ് ഫ്ലൈ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. യെസ്, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which pest of potato attacked the tuber both in the field and storage? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുള്ളൂ 2 ക്ലാസ് മുന്നേ. ഏത് ക്രോപ്പ് പൊട്ടറ്റോന്റെ ഏത് പെസ്റ്റ് ആണ്? ഫീൽഡിലും. യെസ്, ആൻസർ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് പൊട്ടറ്റോ ട്യൂബർ മോത്ത്, തൊറീമിയ ഓപ്പർക്കുലല്ല. തൊറീമിയ ഓപ്പർക്കുലല്ല എന്നാണ് പൊട്ടറ്റോ ട്യൂബർ മോത്തിന്റെ സയന്റിഫിക് നെയിം. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Grease painting on alkane sheath in mango trees is done to control. നമ്മൾ മാംഗോ ട്രീസിൽ ആൽക്കത്തൈൻ ഷീറ്റ് വെച്ചിട്ട് അതിൽ ഗ്രീസിങ് ചെയ്യുന്നത് ഏത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനാണ്? കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക. യെസ്, യെസ്, കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് ബി, മീലിബഗ് ആണ്. നമുക്കറിയാം അല്ലെ, മീലിബഗ് സോയിലാണ് എഗ് ലേ ചെയ്യുന്നത്. അപ്പൊ എമർജ് ചെയ്യുന്ന ഇമ്മച്ചേഴ്സ് മുകളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രങ്കില് ആൽക്കത്തൈൻ ഷീറ്റ്സോ അല്ലെങ്കിൽ ഈ ആൽക്കത്തൈൻ ഷീറ്റിന്റെ മുകളിൽ കൂടെ ആയിട്ട് ക്രീസ് പെയിന്റിങ്ങോ നമ്മൾ കൊടുക്കും. ക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ വഴുവഴുപ്പുള്ളത്, അതിനെയാണ് നമ്മൾ ക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. മാംഗോ ഹോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് നെയിം എന്തായിരുന്നു? അമ്രിറ്റോഡസ് അറ്റ്കിൻസോണി അല്ലെങ്കിൽ ഇഡിയോസ്കോപ്പസ് സ്പീഷീസ്, ഇഡിയോസ്കോപ്പസ് ജാനസ്, ഒക്കെ കുറെ പേരുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് മാംഗോ ഹോപ്പർ എന്ന് പറയുന്നത്. മാംഗോ ഹോപ്പറിന് നമ്മൾ നോർമലി കൺട്രോൾ ചെയ്യാൻ ചെയ്യുന്നത്, മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഷെയ്ഡ് റെഗുലേഷൻ. ദാറ്റ് മീൻസ് പ്രൂണിങ് നമ്മൾ ചെയ്യണം അല്ലെ. ഓവറായിട്ട് ക്രൗഡഡ് ആക്കാൻ പാടില്ല. ദെൻ കെമിക്കൽ റെക്കമെൻഡ് ചെയ്യുന്നത്, KU റെക്കമെൻഡ് ചെയ്യുന്നത് മാലത്തിയോൺ ആണ്. ഓക്കെ, അതാണ് മാംഗോ ഹോപ്പറിന്റെ ടിപ്പിക്കൽ മാനേജ്മെന്റ് കാര്യങ്ങൾ ഓർപ്പിക്കുക. നെക്സ്റ്റ് ഫ്രൂട്ട് ഫ്ലൈ, അത് നമുക്കറിയാം അല്ലെ, ബാക്ടോസിറ ഡോസാലിസ്. ഓക്കെ, ഫ്രൂട്ട് ഫ്ലൈസിന് നമ്മൾ മാനേജ്മെന്റ് ആസ്പെക്ടും കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിൽ ക്രീസ് പെയിന്റിംഗ് നമ്മൾ പഠിച്ചത്. ദെൻ സ്റ്റോൺ വീവിൾ. ഓക്കെ, നട്ട് വീവിൾ അല്ലെങ്കിൽ സ്റ്റോൺ വീവിൾ, സ്റ്റെർണോക്കിറ്റസ് മാജിഫെറൈ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെസ്റ്റ് വിച്ച് ഒക്കേഴ്സ് റെഗുലർലി ആൻഡ് ഇൻ എ സീരിയസ് മാനർ ഈസ് നോൺ ആസ്. ഇതൊക്കെ എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പെസ്റ്റ് വിച്ച് ഒക്കർ റെഗുലർലി. ആ ക്വസ്റ്റ്യൻ നോക്കുക, റെഗുലർ ആയിട്ട് ഒക്കർ ചെയ്യും. ഇൻ എ സീരിയസ് മാനർ, ഭയങ്കര സീരിയസ് ആയിട്ട് വരും. ഓക്കെ, യെസ്, യെസ്, കറക്റ്റ്. അപ്പൊ സീരിയസ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാപ്പിഡ് ആയിട്ട് വരുന്നു ഇൻ ദ
ഫോം ഓഫ് സീരിയസ്. ഓക്കെ, എന്നുവെച്ചാൽ ആ ഒരു പെസ്റ്റ് അവിടെ ഉണ്ട്, പക്ഷെ പെട്ടെന്ന് റാപ്പിഡ്ലി അവിടെ ഒരു ഇൻക്രീസ് വരുന്നു ഇൻ എ സീരിയസ് മാനർ ഇൻ എ ലൊക്കേഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻഡമിക് പെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് എപ്പിഡമിക്? ഓക്കെ, സോറി, എൻഡമിക് ആണ് നമ്മൾ പറഞ്ഞ റെഗുലർലി ഒക്കെ ചെയ്യുന്നത്. പക്ഷെ എപ്പിഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ഔട്ട് ബ്രേക്ക് ഓഫ് ദ പെസ്റ്റ് ഇൻ സീരിയസ് മാനർ. മറ്റേത് റെഗുലർലി എവിടെ ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് എൻഡമിക്. ഇനി ഒക്കേഷണൽ ആയിട്ട് വരുന്നതാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്പൊറാഡിക് പെസ്റ്റ്. ഇനി പാൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഈ എപ്പിഡമിക് ആയാലും എൻഡമിക് ആയാലും സ്പൊറാഡിക് ആയാലും ലൊക്കേഷൻ സ്പെസിഫിക് ആയിരിക്കും. പാൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലൊക്കേഷൻ, അത് എൻ്റെ ഒരു സീസണിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ എൻ്റയർ വേൾഡിൽ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പാൻഡമിക് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ പെസ്റ്റ് ഒക്കറൻസിൽ പാൻഡമിക് കണ്ടീഷൻ പറയാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെബ്രിൻ ഡിസീസ് ഓഫ് സിൽക്ക് വർം ഈസ് കോസ്ഡ് ബൈ. സിൽക്ക് വർമിന്റെ പെബ്രിൻ ഡിസീസ് കോസ് ചെയ്യുന്നത് ആരാണ്? യെസ് യെസ്, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ. ഓക്കെ, പ്രോട്ടോസോവയാണ് പെബ്രിൻ ഡിസീസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പെപ്പർ ഡിസീസ് എന്നും പറയാറുണ്ട്. പെബ്രിൻ ഡിസീസ് ഓർ ബ്ലാക്ക് പെപ്പർ. അതിന്റെ ബോഡിയിൽ, ലാർവന്റെ ബോഡിയിൽ ഇങ്ങനെ എന്താണ് ബ്ലാക്ക് ആയിട്ടുള്ള ബൾജിങ്സ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വാസ്പ് ഈസ് പാരസിറ്റിക് ഓൺ ഊത്തിക്ക ഓഫ് കോക്രോച്ച്? നമ്മൾ ഇന്നലെ പഠിച്ചതേ ഉള്ളൂ അല്ലെ. കോക്രോച്ചസിന്റെ ഊത്തിക്കയിൽ പാരസിറ്റൈസ് ചെയ്യുന്ന വാസ്പ് ഏതാണ്? യെസ്, എൻസിംഗ് വാസ്പ് അല്ലെ. ഇവാനിഡെ ഫാമിലിയിൽ വരുന്ന വാസ്പിനെയാണ് നമ്മൾ എൻസിംഗ് വാസ്പ് എന്ന് പറയുന്നത്. ഇവാനിയ അപ്പൻഡിഗാസ്റ്റർ എന്ന് പറയുന്നതാണ് ആ വാസ്പിന്റെ സയന്റിഫിക് നെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെഡ്വിഡ് ബഗ് സൈക്കനസ് കൊളാരിസ് ഈസ് എ പ്രിഡേറ്റർ ഓഫ്. റെഡ്വിഡ് ബഗ് ആയിട്ടുള്ള സൈക്കാനസ് കൊളാരിസ് എന്ന് പറയുന്നത് എന്തിന്റെ പ്രിഡേറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ പ്രിഡേറ്റർ ഓഫ് ടെർമൈറ്റ്. ഓക്കെ, ടെർമൈറ്റിന്റെ പെസ്റ്റ് ആണ് ഏത്? സൈക്കാനസ് കൊളാരിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഈസ് കാൾഡ് ആസ് ദ ബ്രെയിൻ ഓഫ് ദ നെമറ്റോഡ്. നെമറ്റോഡിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഏതാണ്? ആക്ച്വലി നമുക്ക് നെമറ്റോഡ് മോർഫോളജി ഒന്നും പഠിക്കാനില്ല. ഞാൻ പിന്നെ ഇൻ കേസ് ഇനി ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ചിട്ടേ ഉള്ളൂ. എന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് നെർവ് റിംഗ്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് നെർവ് റിംഗ്. നെർവ് റിംഗ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ റിംഗ് ലൈക്ക് സ്ട്രക്ചർ. നെക്സ്റ്റ്, ഇന്ത്യൻ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ. നമ്മുടെ വൈൽഡ് ലൈഫ് ബോർഡ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ഫോം ചെയ്തത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ആ ഒരു ഇയർ ഒക്കെ കറക്റ്റ് പഠിക്കണം കേട്ടോ. വൈൽഡ് ലൈഫ് ആക്ട്, ദെൻ ഫോറസ്റ്റ് ആക്ട്, വാട്ടർ ആക്ട്, ദെൻ എയർ ആക്ട്, ഇങ്ങനെയുള്ള പൊല്യൂഷൻ ആക്ട്, അതൊക്കെ കറക്റ്റ് ഇയേഴ്സ് പഠിച്ചു വെച്ചേക്കണം. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? 1952. 1952 ഇന്ത്യൻ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് വിച്ച് റാങ്ക് ഫസ്റ്റ് ഇൻ ദ റോ സിൽക്ക് പ്രൊഡക്ഷൻ. റോ സിൽക്ക് പ്രൊഡക്ഷനിൽ ഫസ്റ്റ് നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? ഇതൊരു അറിഞ്ഞിടാത്ത ഒരാളാണെങ്കിൽ ഗസ് ചെയ്യാൻ പറ്റും. സിൽക്കിന്റെ എല്ലാ റിസർച്ച് സ്റ്റേഷൻസും ഇരിക്കുന്നത് എവിടെയാണ്? ബാംഗ്ലൂർ ആണ് അല്ലെ. അപ്പൊ ബാംഗ്ലൂർ എവിടെയാണ്? ഇറ്റ്സ് ഇൻ കർണാടക. യെസ്, ഇറ്റ്സ് കറക്റ്റ്, കർണാടക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ചേമ്പേഴ്സ് ഇൻ ദ ഹാർട്ട് ഓഫ് കോക്രോച്ച്. കോക്രോച്ചിന്റെ ഹാർട്ടില് എത്ര ചേമ്പേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, ഇറ്റ് ഈസ് 13. നമ്മൾ പ്ലസ് 2 പഠിച്ചതാണ് അല്ലേ, വേണമെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്കണോമിക് ത്രെഷോൾഡ് ഫോർ മോണിറ്ററിംഗ് ഓഫ് ഹെലിക്കോബർപ്പ ആർമിജറ ബൈ ഫിറമോൺ ട്രാപ്പ് ഇൻ ദ ഗ്രാം ഫീൽഡ്. ഒന്നുമില്ല, നമ്മുടെ കൗപ്പി ഫീൽഡിൽ അല്ലെങ്കിൽ പൾസിന്റെ ഫീൽഡില് ഹെലിക്കോബർപ്പ ആർമിജറേനെ നമ്മൾ ട്രാപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് എക്കണോമിക് ത്രെഷോൾഡിൽ എത്തി എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിലാണ്? 2 to 3 adults per trap per night, or 4 to 6, 9 to 10, 11 to 12. ഒരു ട്രാപ്പില് ഒരു രാത്രിയിൽ എത്ര അഡൾട്ട് ക്യാപ്ചർ ചെയ്താലാണ് നമ്മൾ അവർ എക്കണോമിക് ത്രെഷോൾഡിലേക്ക് എത്തി എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? 4 to 6 അഡൾട്ട്. ഓക്കെ, 4 to 6 അഡൾട്ട് നമുക്ക് ഒരു ദിവസം ഒരു ട്രാപ്പിൽ നിന്ന് ഒരു നൈറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയാം ആ ഫീൽഡിൽ ഹെലിക്കോബർപ്പ അതിന്റെ എക്കണോമിക് ത്രെഷോൾഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് ആസ്പെക്ട് സ്റ്റാർട്ട് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോൺ ആസ് വാട്ടർ മോത്ത്. വാട്ടർ മോത്ത് എന്നറിയപ്പെടുന്ന ഇൻസെക്ട് ഓർഡർ ഏതാണ്? മെക്കോപ്റ്ററ, ലെപ്പിഡോപ്റ്ററ, എഫിമെറോപ്റ്ററ, ട്രൈക്കോപ്റ്ററ. ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ.
ഏതായിരിക്കും വാട്ടർ മോത്ത് എന്ന് പറയാൻ? മോത്ത് പോലെയൊക്കെ ഇരിക്കും, പക്ഷെ വെള്ളത്തിലായിരിക്കും കാണുന്നത്. ഏതായിരിക്കും? ആരും ചാറ്റ് ബോക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ലേ? യെസ്, നമുക്ക് ആൻസർ നോക്കാം. ഇറ്റ് ഈസ് ട്രൈക്കോപ്റ്ററ. ഓക്കെ, അപ്പൊ നോക്കുക. മെക്കോപ്റ്ററ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോമൺ നെയിം എന്താണ്? സ്കോർപിയൻ ഫ്ലൈ. ഓക്കെ, സ്കോർപിയൻ. ലെപ്പിഡോപ്റ്ററ നമുക്കറിയാം, ബട്ടർഫ്ലൈസ് ആൻഡ് മോത്സ്. എഫിമെറോപ്റ്ററ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ഫ്ലൈസ്. മെയ് ഫ്ലൈസിന്റെ നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടർ പഠിച്ചായിരുന്നു. എന്താണ് അവർക്ക്? എന്താണ് ഇമാഗോ സ്റ്റേജസും സബ് ഇമാഗോ സ്റ്റേജസും ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ അക്വാട്ടിക് ആയിട്ടുള്ള ഫോംസ് ഗ്രൂപ്പും കൂടെയാണ് എഫിമെറോപ്റ്ററ. ദെൻ നെക്സ്റ്റ് അക്വാട്ടിക്, കംപ്ലീറ്റ്ലി അക്വാട്ടിക് ആയിട്ടുള്ള വേറൊരാളാണ് ട്രൈക്കോപ്റ്ററ. ഇറ്റ് ഈസ് നോൺ ആസ് കാഡിസ് ഫ്ലൈ. ഓക്കെ, എന്താണെന്നാണ് അറിയപ്പെടുന്നത്? കാഡിസ് ഫ്ലൈ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാഡിസ് ഫ്ലൈനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുന്നത്? വാട്ടർ മോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ അഡൾട്ടിനെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് എ മോത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൽ ട്രൈമോർഫിസം. ട്രൈമോർഫിസം ആണ്, ഇറ്റ്സ് നോട്ട് ഡൈമോർഫിസം. സെക്ഷൽ ട്രൈമോർഫിസം ഈസ് സീൻ ഇൻ വിച്ച് ഇൻസെക്ട്? നമ്മൾ ഓൾറെഡി പഠിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സിൽക്ക് വർം, ഫയർഫ്ലൈ, സ്റ്റാഗ് ബീറ്റിൽ ആൻഡ് കാപ്ര ബീറ്റിൽ. എന്താ സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെയിൽ ഫീമെയിൽ സെപ്പറേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ സെക്ഷൽ ട്രൈമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെയിൽ ഉണ്ടായിരിക്കും, ഫീമെയിൽ ഉണ്ടായിരിക്കും, ഹെർമാഫ്രോഡൈറ്റിക് കണ്ടീഷനും ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു ഇതിൽ വരുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഓപ്ഷനിൽ വരുന്നത് ഏതാണ്? ഓക്കെ, ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. യെസ്, ഇറ്റ് ഈസ് സ്റ്റാഗ് ബീറ്റിൽ. സ്റ്റാഗ് ബീറ്റിൽസ് ആണ് സെക്ഷൽ ട്രൈമോർഫിസം കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇതിന്റെ ആൻസർ. എല്ലാവരും പെട്ടെന്ന് പറഞ്ഞേ. കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ ഓഫ് ബിറ്റി കോട്ടൺ ഇൻ ഇന്ത്യ ഈ സ്റ്റാർട്ടഡ് ഫ്രം? ഏത് ഇയറിലാണ് നമ്മൾ ഇന്ത്യയില് ബിറ്റി കോട്ടൺ സ്റ്റാർട്ട് ചെയ്തത്? യെസ്, ഇറ്റ് ഈസ് ഇൻ 2002. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. മഹിക്കോയും മോൺസാൻഡോയും കമ്പൈൻ ചെയ്തുകൊണ്ട് 2002 മുതലാണ് ഇന്ത്യയിൽ ബിറ്റി കോട്ടൺ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പോട്ടഡ് ബോൾവർം. കോട്ടണിലെ സ്പോട്ടഡ് ബോൾവർമിന്റെ സയന്റിഫിക് നെയിം? ഏരിയാസ് വിറ്റല്ല, ഡിസ്റ്റർഗസ് സിംഗുലേറ്റസ്, ഹെൽക്കുബർപ്പ ആർമിജറ ആൻഡ് പെക്ടനോഫോറ ഗോസിപ്പിയല്ല. യെസ്, ഇറ്റ് ഈസ് ഏരിയാസ് വിറ്റല്ല. ഓക്കെ, ഏരിയാസ് വിറ്റലിനെയാണ് നമ്മൾ സ്പോട്ടഡ് ബോൾവർം എന്ന് പറയുന്നത്. ഡിസ്റ്റർഗസ് സിംഗുലേറ്റസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദാറ്റ് ഈസ് റെഡ് കോട്ടൺ ബഗ് അല്ലെ. ദാറ്റ് ഈസ് റെഡ് കോട്ടൺ ബഗ്. ഹെൽക്കവർപ്പ ആർമിജറ എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ ബോൾവർം. ദെൻ പെക്ടനോഫോറ ഗോസിപ്പിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് പിങ്ക് ബോൾവർം. പിങ്ക് ബോൾവർം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാരറ്റ് ബ്രോത്ത് മെത്തേഡ്. ക്യാരറ്റ് ബ്രോത്ത് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ മാസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടില്ല, വെച്ചിന് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ മാസ് മൾട്ടിപ്ലിക്കേഷന് ക്യാരറ്റ് ബ്രോത്ത് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഏത് ഓർഗാനിസത്തിന് വേണ്ടിയിട്ടാണ്? വാക്സ് മോത്ത്, ഗ്രീൻ മസ്കാർഡിൻ ഫംഗസ്, റൈസ് മോത്ത്, ദെൻ എൻഡമോപത്തോജനിക് നിമറ്റോഡ്സ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഗ്രീൻ മസ്കാർഡിൻ ഫംഗസ്. ഗ്രീൻ മസ്കാർഡിൻ ഫംഗസ് എന്ന് പറഞ്ഞാൽ ഏത് ഫംഗസാ? അതിന്റെ ആൻസർ പറഞ്ഞേ. ചാറ്റ് ബോക്സ് യൂസ് ചെയ്തേ. ഗ്രീൻ മസ്കാർഡിൻ ഫംഗസ്, അതിന്റെ സയന്റിഫിക് നെയിം പറഞ്ഞേ. ഗ്രീൻ മസ്കാർഡിൻ ഫംഗസ്. യെസ്, ഇറ്റ് ഈസ് മെറ്റാറൈസിയം അനൈസോപ്ലി. ഓക്കെ, മെറ്റാറൈസിയം അനൈസോപ്ലി ആണ് ഗ്രീൻ മസ്കാർഡിൻ ഫംഗസ്. ഇനി വൈറ്റ് മസ്കാർഡിൻ ഫംഗസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ബുവേറിയ ബസിയാന. ഇനി വൈറ്റ് ഹാലോ ഫംഗസ് ആണെങ്കിൽ വോട്ടിസീലിയ ലക്കാനി. യെല്ലോ ഹാലോ ഫംഗസ് ആണ് എങ്കിൽ പിസിലോമൈസസ് ലിലാസിനസ്. ഓക്കെ, യെസ്. ദെൻ എൻഡമോപത്തോജനിക് നെമറ്റോഡിന്റെ മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്? എനി ഗെസ്? എൻഡമോപത്തോജനിക് നെമറ്റോഡ്സിന്റെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ വേടിക്കാൻ കിട്ടുന്ന സാധനം എന്താണ്? EPN എന്ന് പറഞ്ഞ് നമുക്ക് വേടിക്കാൻ കിട്ടുന്നത് എന്താണ്? ഇറ്റ്സ് എ കഡാവർ ഓഫ് ആരും ക്ലാസ് ശ്രദ്ധിച്ചില്ലല്ലേ? റൂട്ട് ഗ്രബിന്റെ മാനേജ്മെന്റിൽ അതുപോലെ തന്നെ ഞാൻ അപ്പോഴൊക്കെ പറഞ്ഞു കണ്ണാറയിൽ നിന്ന് നമുക്ക് EPN മേടിക്കാൻ കിട്ടും. പക്ഷെ EPN എവിടെയാണ് ഇരിക്കുന്നത്? ഒരു ലെപ്പിഡോപ്റ്ററിന്റെ ലാർവൽ ബോഡിയിലാണ്. ഇറ്റ് ഈസ് ഗലേറിയ വാക്സ് മോത്ത്. യെസ്, വാക്സ് മോത്തിന്റെ ബോഡിയിലാണ്. യെസ്, ഇറ്റ്സ് എ കഡാവർ. എന്തിന്റെ കഡാവർ ആണ്? വാക്സ് മോത്തിന്റെ കഡാവറിലാണ് EPN നമ്മൾ മാസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അട്രോപ്പിൻ. വാട്ട് ഈസ് അട്രോപ്പിൻ? അട്രോപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, അട്രോപ്പിൻ ഇറ്റ്സ് എ കെമിക്കൽ. അത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് എ വിറ്റാമിൻ, ആന്റിഫീഡൻ, ആന്റിഡോട്ട് ഓർ ഫിറമോൺ. എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. യെസ്, ഇറ്റ് ഈസ് ആന്റിഡോട്ട്. ഓക്കെ,
നമ്മൾ യൂണിവേഴ്സൽ ആയിട്ട് പറയുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ യൂണിവേഴ്സൽ അല്ല, അത്യാവശ്യം നമുക്ക് OP കാർബമേറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, പോയിസണിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ആന്റിഡോട്ട് ആണ് അട്രോപ്പിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാസിന്യൂറ ലിനി ഈസ് ദ പെസ്റ്റ് ഓഫ്. ഡാസിന്യൂറ ലിനി ഈസ് ദ പെസ്റ്റ് ഓഫ്. ഇത് ആക്ച്വലി ഇറ്റ്സ് എൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിട്ടില്ല ഡാസിന്യൂറ ലിനി എന്തിന്റെ പെസ്റ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ പല ക്രോപ്പിന്റെ പെസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. എങ്ങനെയാണെങ്കിലും ഒന്ന് വൈഡ് ഗസ് ചെയ്തേ. യെസ്, ഇറ്റ് ഈസ് റൈറ്റ്, ലിൻസീഡ്. ലിൻസീഡിന്റെ പെസ്റ്റ് ആണ് ഡാസിന്യൂറ ലിനി എന്ന് പറയുന്നത്. മസ്റ്റാർഡിൽ നമ്മൾ പഠിച്ചിട്ടില്ല, റൈസിൽ പഠിച്ചിട്ടില്ല, ഗ്രൗണ്ട് നട്ടിൽ നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ മതി, നമുക്ക് ഇത്രയൊക്കെ മതി കേട്ടോ. ഓക്കെ, അപ്പൊ സോ നമ്മള് എന്റമോളജീന്റെ Q&A സെക്ഷൻ അറിയാം, കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. എനിവേ, എന്നാലും കുറച്ചൊരു റിഫ്രഷ്മെന്റ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.